ഹലോ, നമുക്ക് സിമ്പിളായിട്ട് മന്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുരുമുളക്, ഏലക്കായ്, കറാമ്പൂവ്, മറ്റേ പൂവുണ്ടല്ലോ ഇതൊക്കെ പാടിയിട്ട് സ്പൈസസൊക്കെ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഉണക്ക നാരങ്ങ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി. ഞാൻ കളറിനായിട്ട് മറ്റുള്ള പൊടികളൊന്നും ചേർക്കാറില്ല. പിന്നെ ഒരു പിഞ്ച് ഗരം മസാല പൊടി, അതാണ് കേട്ടോ ഞാൻ ആദ്യം ചേർത്തത്. പിന്നെ ഇതാ 2 ക്യാപ്സിക്കം, 2 വെല്ലുള്ളി കേട്ടോ, ഒരു മീഡിയം സൈസ് വെല്ലുള്ളി. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ മന്തി മസാല കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്പൈസസും മസാലയോടും ഒക്കെ കൂടിയിട്ട് മന്തി ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഒരു മന്തി റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ 4 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 കിലോ ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിനാവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ വേണം കേട്ടോ. പിന്നെ നമ്മൾ വേറെ ഓയിലൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ചിക്കനൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ചപ്പിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇതിൽ നിന്ന് എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ആ ഗ്രേവിയിൽ നിന്ന് കുറച്ച് ഗ്രേവി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളുടെ ഫസ്റ്റ് ലെയർ ചോറിട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കന് ഒന്നിട്ടതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ വീണ്ടും നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ നമ്മൾ ആദ്യം എടുത്ത് വെച്ച ആ ഗ്രേവി ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മന്തിക്ക് നല്ല ഫ്ലേവർ ഇട്ട് കേട്ടോ. റൈസിൽ മൊത്തത്തിൽ നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതേപോലെ ചെയ്യട്ടോ. ഇത് വിളമ്പുന്ന വീഡിയോസൊന്നും ഞാൻ എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഭയങ്കര ബിസി ആയിപ്പോയി. അപ്പോൾ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കാം. നല്ല ടേസ്റ്റാണ്. കുറച്ച് നല്ല എരിവും മസാലയുടെ ഒക്കെ കൂടി മന്തി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ നമ്മളെ മന്തി ഇവിടെ സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് കാണിക്കാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ നമുക്ക് കളറിന് വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിന് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ഫുഡ് കളർ ഉണ്ടല്ലോ അത് റെഡ്, അതൊന്ന് മേലെ തൂവി കൊടുക്കുക. ഞാൻ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.